കെ രമ, ഇന്ന് പി ജയരാജൻ പറയുന്നത് 6 വർഷങ്ങൾക്ക് ശേഷം ഒരമ്മയുടെ പരാതിയെ തുടർന്ന് പരോൾ നൽകുന്നതിൽ എന്ത് മഹാ അപരാധമാണ് ഉള്ളത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഒപ്പം ഈ ഇടതുപക്ഷ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ആളുകൾക്ക് മനുഷ്യാവകാശം പോലും നൽകരുത് എന്നാണോ നിങ്ങൾ വാദിക്കുന്നത്? മനുഷ്യാവകാശത്തിന് കൊടിയുടെ നിറം മാനദണ്ഡമാക്കണം എന്നാണോ പറയുന്നത് എന്നും അദ്ദേഹം ചോദിക്കുന്നു. അപ്പോൾ കൊടിസുനിയുടെ കൊടിയുടെ നിറം എന്താണ് എന്ന് എന്തായാലും പി ജയരാജൻ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. നോക്കൂ അഭിലാഷേ, ഈ കാര്യത്തില് നമ്മളാരും മനുഷ്യാവകാശം ലംഘിക്കപ്പെടണമെന്നോ ആരുടെയും മനുഷ്യാവകാശങ്ങൾ പരിഗണിക്കാതിരിക്കണമെന്നോ എന്നൊന്നും പറയുന്ന ആളുകളല്ല. ആർക്കും മനുഷ്യാവകാശമുണ്ട്. കൊല്ലപ്പെട്ട ആളുകൾക്കും മനുഷ്യാവകാശമുണ്ടായിരുന്നു. ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആളുകൾക്കും മനുഷ്യാവകാശമുണ്ട്. അതിലൊന്നും തർക്കമില്ല. ജയരാജനെ പോലുള്ള ആളുകൾ ഇത് മഹാപരാധമാണോ എന്ന് മഹാപരാധമല്ല എന്നുള്ളത് നാം ഓർക്കണം. അതൊരു വശത്തിരിക്കട്ടെ. ഇവിടെ ഈ കൊടിസുനിയുടെ പരോളിനെ എതിർക്കാനുള്ള പ്രധാന കാരണം എല്ലാ നിയമങ്ങളും വഴിവിട്ടുകൊണ്ടാണ് ഈ പരോൾ ഇപ്പോൾ അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ടില്ല, ലോക്കൽ പോലീസിന്റെ റിപ്പോർട്ടില്ല. ഇതൊന്നും പരിഗണിക്കാതെ ഏതെങ്കിലും ഒരു ജയിൽ പുള്ളിക്ക് പരോൾ അനുവദിക്കുമോ? ഒന്നാമത്തെ ചോദ്യം. ധാരാളം പ്രതികൾ ജയിലിനകത്തുണ്ടല്ലോ. അത്തരം പ്രതികൾക്കൊക്കെ പരോള് കൊടുക്കുന്നത് ഇതുപോലെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണോ? ഇത്തരം മാനദണ്ഡങ്ങളൊന്നും പാലിക്കുന്നില്ലേ? മറ്റൊന്ന്, ഈ പ്രതി ഇപ്പോൾ 6 വർഷമായി പരോൾ അനുവദിക്കാതെ ജയിലിൽ കിടക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. ആരാണ് ഉത്തരവാദി? നമ്മളാരെങ്കിലുമാണോ അതിന് ഉത്തരവാദി? എന്തുകൊണ്ട് പരോൾ അനുവദിക്കപ്പെടാതെ ജയിലിൽ തന്നെ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി? ജയിലിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അദ്ദേഹം മേൽപ്പെട്ട ക്രിമിനൽ പ്രവർത്തനങ്ങൾ, ഏതൊക്കെ തരം ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു? ആളുകളെ തട്ടിക്കൊണ്ടുപോയി പോലെ വരെ ഉണ്ടായില്ലേ? സ്വർണം കടത്തുന്ന പ്രശ്നങ്ങൾ ഉണ്ടായില്ലേ? കാക്കരഞ്ജിത്ത് ഉൾപ്പെടെ കോഴിക്കോട് വെച്ച് പിടിക്കപ്പെട്ട ഒരു കേസ് ഉണ്ടായില്ലേ? എത്ര കേസുകളാണ് കൊടിസുനിയുടെ പേരിലുള്ളത്? ഏകദേശം 12ഓളം കേസുകൾ ഇപ്പോഴും അദ്ദേഹത്തിന്റെ പേരിൽ ഈ ജയിലിൽ ഇരുന്ന സമയത്തുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരാൾക്ക് പരോള് കൊടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് പ്രശ്നം. എന്തുകൊണ്ട് പരോൾ അനുവദിക്കപ്പെടാതെ പോയി എന്നതിന്റെ ഉത്തരം അവിടെ തന്നെയുണ്ടല്ലോ. മറ്റാരെങ്കിലുമാണോ കാരണക്കാർ? ഈ കേസിലെ മറ്റ് പ്രതികളെയൊക്കെ അങ്ങ് എടുത്തു നോക്കൂ. എല്ലാ പ്രതികളും ഏതെങ്കിലും ഒരു സമയത്ത് ജയിലിന് പുറത്താണ്. പല ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും ജയിലിന് പുറത്തു വന്നിട്ട് പരോളിൽ അനുവദിച്ചുകൊണ്ട് പലവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും അവര് ഉല്ലാസങ്ങൾ നടത്തുന്നതും അവരുടെ ജീവിതം കൊണ്ടുപോകുന്നതൊക്കെ ആരെങ്കിലും എതിർത്തിട്ടുണ്ടോ? എന്തുകൊണ്ട് ഇത് എതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി? എല്ലാ നിയമങ്ങളും വഴിവിട്ടുകൊണ്ട് എങ്ങനെയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന് ഈ ഒരു പരോൾ അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്നതാണ് ചോദ്യം. അതിനെങ്ങനെയാണ് ജയിൽ DGPക്ക് സാധിക്കുക? അങ്ങനെ കഴിയുമോ? ഇനി അദ്ദേഹത്തിന്റെ അമ്മ പരാതി കൊടുത്തു. തീർച്ചയായിട്ടും അമ്മയ്ക്ക് അവകാശമുണ്ട് മകനെ കാണണമെന്നുള്ളത്. പക്ഷെ ആ അമ്മയെ പറഞ്ഞയച്ച ആളുകൾ ആലോചിക്കേണ്ടത്, ഇയാൾ ജയിലിൽ നിന്ന് പരോളിൽ പുറത്തു വന്ന സമയത്ത് ഏതെങ്കിലും ദിവസം അമ്മയുടെ കൂടെയാണോ നിന്നത്? അമ്മ പറയുന്നതിനനുസരിച്ചാണോ നിന്നത്? അമ്മയുടെ കൂടെ നിന്ന് അമ്മയെ നോക്കുകയും അമ്മയെ പരിചരിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളാണോ ഇവരൊക്കെ നടത്തുന്നത്? അതല്ലേ പ്രധാന ചോദ്യം. അതുകൊണ്ടാണല്ലോ ഇത് എതിർക്കപ്പെടുന്നത്. അതുകൊണ്ടാണല്ലോ ഇത് ചർച്ചയാവുന്നത്. CPM നേതാക്കന്മാർക്ക് അത് ചർച്ചയാവില്ല, അവർക്കതൊരു വിഷയമാവില്ല, നമുക്കറിയാലോ.